മിളക കിള്ളിപ്പോട്ട സാമ്പാർ തമിഴ്നാട്ടിലും നമ്മുടെ പാലക്കാടിലൊക്കെ ഫേമസ് ആണ് ഈ ഒരു സാമ്പാർ. ചെറിയുള്ളിയും തക്കാളിയും മാത്രം കഷ്ണങ്ങളായിട്ട് മതി ഈ സാമ്പാറിന്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. നമുക്ക് വേഗം തന്നെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു സാമ്പാറിന് തുവരപ്പരിപ്പും യൂസ് ചെയ്യാം, ചെറുപയർ പരിപ്പും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. ഒരു 2/3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 160 ഗ്രാമോളം വരും കേട്ടോ. പരിപ്പ് ഞാൻ നല്ലോണം കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ആദ്യത്തേത് പച്ചമുളക്, മീഡിയം സ്പൈസി ആയിട്ടുള്ളത്, ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് തക്കാളിയാണ്. 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ ഇത്. പുളിക്ക് അനുസരിച്ച് എടുക്കാം. അതും കൂടെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെളുത്തുള്ളി കഴിക്കാത്തവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയിട്ട് ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു നിറത്തിന് വേണ്ടി മാത്രം. അല്ലാതെ നോർമലി ഇതിൽ മുളക് പൊടി ചേർക്കില്ല. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വഴറ്റുമ്പോഴൊക്കെ നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്താൽ അതൊരു വേറെ ഒരു ടേസ്റ്റാണ് കിട്ടുക. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം, അതായത് 750 മില്ലി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് തൂവാതിരിക്കാനായി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ച് ഒരു 4-5 വിസിലിൽ ഇത് വേവിച്ചെടുക്കാം. പാരലലി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും വേവിച്ചെടുക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ജീരകവും ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് ജീരകം ചേർത്ത ഉടനെ തന്നെ പൊട്ടിത്തുടങ്ങും. ആ സമയത്ത് 1/2 കപ്പ് ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് നീളത്തിൽ അരിയാം. ഞാനല്ലാതെ ഹോളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക കിള്ളിപ്പൊട്ട സാമ്പാർ എന്ന് ഉദ്ദേശിക്കുന്നത് മുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട സാമ്പാർ എന്നാണ്. ഇതിലേക്ക് ഈ ഒരു സാമ്പാറിലേക്ക് സ്പൈസിനെസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള 8 മുളകാണ് കേട്ടോ. സാധാരണ നമ്മൾ ഇത്രയും ഇടാറില്ലല്ലോ. ഇതുകൊണ്ടാണ് ഈ സാമ്പാറിന് കിള്ളിപ്പോട്ട സാമ്പാർ അഥവാ മുളക കിള്ളിപ്പോട്ട സാമ്പാർ എന്ന് പേര് വന്നത്. ഇതാ നമ്മൾ ചേർത്ത ചുവന്നുള്ളി, ചെറിയുള്ളിയൊക്കെ ഒരു ചെറുതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഈ മുളക് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഒരു നല്ല ബ്രൈറ്റ് റെഡ് വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു 2 തണ്ട് അല്ലെങ്കിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ കുക്കറിൽ വെച്ച പരിപ്പും തക്കാളിയും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് മിക്സിയിലിട്ട് കറക്കി പേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട. തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ചുമന്ന മുളകൊക്കെ നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച തക്കാളിയും പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ചിലരൊക്കെ ഈ സമയത്ത് സാമ്പാർ പൊടി ചേർക്കാറുണ്ട്. ചിലർ സാമ്പാർ പൊടി ചേർക്കാതെയാണ് വെക്കുക. ഞാൻ ഇന്നിവിടെ ചേർക്കാതെയാണ്, സാമ്പാർ പൊടി ചേർക്കാതെയാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ചേർത്തിട്ടില്ലെങ്കിലും നല്ല സാമ്പാറിൻ്റെ രുചിയും മണവും ഇതിന് കിട്ടും. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം, തിളപ്പിക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഒരു പാകത്തിനുള്ള സാമ്പാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാകത്തിനാണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു അല്പം മല്ലിയിലയും കൂടെ തൂവി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിള്ളിപ്പോട്ട സാമ്പാർ, മുളക കിള്ളിപ്പോട്ട സാമ്പാർ റെഡിയായിട്ട് നമുക്ക് കിട്ടും. ഇത് ചൂട്
ഇഡ്ലി, ദോശ, ഉത്തപ്പം, ഉപ്പുമാവ് ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും പോവും. ചോറിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് ചേരും. ആഹാ, എന്താ മണമെന്നറിയോ അടുക്കളയിൽ. ഇത് നല്ലോണം ഇഡ്ലിയുടെ മേലെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് കുഴച്ച് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിതിൽ പുളിവെള്ളം ചേർത്തിട്ടില്ല. അത് തക്കാളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ടാണ്. ഇനി പുളിവെള്ളം ചേർക്കുകയാണെങ്കിൽ മുളക് പൊട്ടിച്ചിട്ട് വഴറ്റിയതിന് ശേഷം പരിപ്പ് ചേർക്കുന്നതിന് മുന്നേ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം പരിപ്പ് ചേർക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.